ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തു. മിനി പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റേറ്റ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള മിനി പാകിസ്ഥാൻ. അതിൻ്റെ 3-ാമത്തെ പാർട്ടാണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റുണ്ട്. ഇവിടുത്തെ മീഡിയ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നിശബ്ദമായിട്ടിരിക്കുകയാണ്. അപ്പം അത് നിശബ്ദമായിട്ടിരിക്കുമ്പോഴാണ് ഈ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് അമേർജ് ചെയ്യുന്ന വലിയ രീതിയിൽ അതിന് ഈ പറയുന്ന മതതീവ്രവാദികളുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടും. അതായത് ഇന്ത്യക്കകത്ത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഗ്ലോബൽ ടെററിസം അതിലേർപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് ഈ മിനി പാകിസ്ഥാൻ മാറി. ഇനി എൻ്റെ തെളിവ് പറയാം. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വാർ 1971. ഇത് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുണ്ട്. കാരണം ഞാൻ 71 ബോണാണ്. ഈ വാർ നടക്കുന്നത് ഡിസംബറിലാണ്. 71 ഡിസംബറിലാണ് വാർ നടക്കുന്നത്. അന്ന് ഞാൻ കൈക്കുഞ്ഞ, അതായത് ജബൽപൂരിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ട് ഫാദർ അന്ന് EMBയുടെ സിവിലിയനായിരുന്നു. ഓർഡിനൻസ് ഫാക്ടറി കമറിയ, അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടിയാണ്, രാത്രിയിലും പകലും വീടുകളിൽ. കാരണം കമറിയ ഫാക്ടറി അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം വീട്ടിൽ ലൈറ്റ് പൂർണ്ണമായിട്ട് രാത്രിയിൽ ഓഫ് ചെയ്യണം. കാരണം ലൈറ്റ് ഇടാൻ പാടില്ല, പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് വരും. അപ്പം ഇതിനെപ്പറ്റി അന്ന് പറഞ്ഞാൽ പലപ്പോഴും അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് അത്രമാത്രം ഭയമായിരുന്നു. കാരണം ഡിഫൻസിൻ്റെ പ്രധാനപ്പെട്ട കൻ്റോൺമെൻറ്റാണ്. ഈ കൻ്റോൺമെൻറ്റും ഈ ആമിനേഷൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയുമാണ്. ഓർഡിനൻസ് ഡിപ്പോ ഉണ്ട് അടുത്ത്. അതേപോലെ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ ഈ പറയുന്ന 71 വാറിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് സിഗ്നൽസിലായിരുന്നു അദ്ദേഹം ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് ബംഗ്ലാദേശിനകത്ത് കയറിയത് സിഗ്നൽസിലായിരുന്നു. വളരെ ആക്റ്റീവ്. അതിന് വലിയ പ്രത്യേക അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന പോയിന്റ്, ഈ 71 വാറിൻ്റെ 50 ഇയേഴ്സ് 2021 ഡിസംബറിൽ ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചത്. ഇന്ത്യൻ ഗവൺമെൻറ് അത് 2020 മുതൽ അതിൻ്റെ ആഘോഷം സ്റ്റാർട്ട് ചെയ്തു. കാരണം വാർ വെറ്ററൻസിനെ അംഗീകരിക്കുക, ആരാധിക്കുക, അവരെ സെലിബ്രേറ്റ് ആയിട്ട് കൊണ്ടുപോവുക. കാരണം ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. എനിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനകത്ത്. കാരണം ഇന്ത്യ ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ നടത്തുന്നത് 1971. അത് മനസ്സിലാക്കി ഇന്ത്യ ഒറ്റയ്ക്ക്. ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് റഷ്യ. പക്ഷേ പാകിസ്ഥാൻ്റെ കൂടെ ആരൊക്കെയായിരുന്നു? അമേരിക്കൻ എയർക്രാഫ്റ്റ്, അമേരിക്കയുടെ പിന്തുണ, അതേപോലെ ചൈനയുടെ പിന്തുണ. പക്ഷേ ഇന്ത്യൻ പട്ടാളക്കാർ, അതാണ് ഞാൻ പറയും, ഇന്ത്യ എന്ന് പറയുക മഹാരാജ്യം എന്ന് പറയും നമ്മുടെ നാട്ടിലെ. സോ ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞ ആവേശമാണ്, സത്യം ഇമോഷനായിട്ട് കയറി വരുന്നത്. കാരണം അത്രമാത്രം എനിക്ക് ഇന്ത്യൻ ഡിഫൻസിനെ പറ്റി അറിയാം. അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഒറ്റക്കെട്ടായിട്ട് എയർഫോഴ്സും നേവിയും കരസേനയും ആർമിയും നമ്മൾ ഒരുമിച്ച് മുന്നേറി 10-16 ദിവസം അവനെ അടിച്ച് താഴെ ഇട്ടു. ഇത്രയും പേര് അമേരിക്കയുടെ ഒന്ന് അത്യാധുനിക വിമാനം F-16 ചൈനയുടെ സപ്പോർട്ടുണ്ടായിട്ട് അതൊരു മഹാവിജയമാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1 വർഷം ആഘോഷം വെച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണ് 2021 ഡിസംബറിൽ. മലയാള പത്രങ്ങൾ മുഴുവനും, അതായത് ചില പത്രങ്ങൾ മാത്രം മാറ്റിവെക്കാം. അതായത് മിനി പാകിസ്ഥാനിലെ ചന്ദ്രിക, മാധ്യമം, സിറാജ്, സുപ്രഭാതൻ, ഇതിനെപ്പറ്റി ഒരു വാക്കും വേണ്ടിയില്ല. നിങ്ങളെടുത്ത് നോക്കുക മറ്റുള്ള പത്രങ്ങൾ. കാരണം അവർ വലിയ രീതിയിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പല മലയാളികളായ വെറ്ററൻസ് ഉണ്ട്, വാർ വെറ്ററൻസ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരംവിശിഷ്ട സേവാ മെഡൽ കിട്ടിയ ആൾക്കാരുണ്ട്, പല മലയാളികളുണ്ട്. അവരുടെയൊക്കെ വീട്, കാരണം അവർക്ക് ഒത്തിരി വർഷമായി വീടും അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ ഫോട്ടോ സംഘടിപ്പിച്ച് വളരെ പാടുപെട്ടാണ് അവരൊത്തിരി ഫീച്ചേഴ്സ് തയ്യാറാക്കി. നിങ്ങളത് വായിച്ചവർ ഓർമ്മയുണ്ടാകും. പക്ഷേ മിനി പാകിസ്ഥാനിലെ ഒരൊറ്റ പത്രം ഇതിനെപ്പറ്റി മിണ്ടിയില്ല. പാകിസ്ഥാനിൽ മിണ്ടിയില്ല, കാരണം തോറ്റ വാറാണ്. അതാണ് മിനി പാകിസ്ഥാൻ ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ വാർ വെറ്ററൻസ് ആരൊക്കെയായിരുന്നു? അതിൻ്റെ 1-2 പേര് എനിക്ക് പരിചയമുണ്ടായിരുന്നു. ജനറൽ കാൻഡത്ത്, അദ്ദേഹം പാലക്കാട്ടുകാരനായിരുന്നു. അദ്ദേഹം ഡെപ്യൂട്ടി ആർമി ചീഫായിരുന്നു. അപ്പോൾ അതിന് പേരിൽ പരംവിശിഷ്ട സേവാ മെഡൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ജനറൽ കാൻഡത്ത് ഈ ഓപ്പറേഷൻ്റെ അകത്ത് വളരെയധികം നേതൃത്വം കൊടുത്ത ഒരാളാണ്. അതേപോലെ ജനറൽ
റിയർ അഡ്മിറൽ ഒരു കുരുവിള ഉണ്ടായിരുന്നു, ഇലഞ്ഞിക്കൽ കുരുവിള എന്ന് പറഞ്ഞ ഒരാൾ. അയാൾ ഈ പറയുന്ന ഈ കറാച്ചി പോർട്ട്, ഇന്ത്യൻ നേവിയിലായിരുന്നു, കറാച്ചി പോർട്ട് പിടിച്ചതിൻ്റെ മെയിൻ ഉത്തരവാദി അയാളായിരുന്നു. പൈത്തൺ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ടൈഡൻ്റ് ഓപ്പറേഷൻ. അതിശക്തമായ രീതിയിലാണ് ഈ മലയാളി കയറി പിടിക്കുന്നത്. ആ മലയാളിയുടെ നേതൃത്വത്തിലാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. അതേപോലെ ഹവീൽദാർ വിജയൻ, ഒരു കൊല്ലംകാരനാണ്, പുള്ളിയുണ്ട്. അതേപോലെ ബ്രിഗേഡിയർ വേലു നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് അവാർഡ്, അയാൾ വാർ വെറ്ററനാണ്. അതേപോലെ ജയചന്ദ്രൻ നായർ, അദ്ദേഹം ഒരു വാർ വെറ്ററനാണ്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു മലയാളി ഉണ്ടായിരുന്നു, അതായത് എബ്രഹാം ചെറിയാൻ. അദ്ദേഹം സുബേദാർ മേജറായിരുന്നു, പിന്നെ ഓണറി ക്യാപ്റ്റനായിട്ടാണ് റിട്ടയർഡ് ആവുന്നത്. അയാൾ എന്താണ് ചെയ്തത്? അതായത് പാകിസ്ഥാൻ ടാങ്കുകളുടെ ശവപ്പറമ്പുണ്ടാക്കി അയാൾ ടാങ്ക് കമാൻഡറായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴും നിങ്ങളത് കേൾക്കുന്ന ഭൂവംസം ഉണ്ടാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അത്ര ഈ പറയുന്ന വെപ്പൺസ് അത്ര വലുതായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ സോൾജിയേഴ്സ് നമ്മുടെ രാജ്യം, നമ്മുടെ മാതൃരാജ്യം കാക്കാൻ വേണ്ടി അവിടെ ഫൈറ്റ് ചെയ്തു. ആ ഫൈറ്റിലാണ് നമ്മൾ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത് ഇന്ത്യ ഒറ്റയ്ക്കാണ്, നമുക്കിത് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും, ഇത് കാണിച്ചു കൊടുത്ത്. അത് ഈ കേരളത്തിലെ പത്രങ്ങളും മീഡിയയും എല്ലാം ആഘോഷിച്ചപ്പോൾ മിനി പാകിസ്ഥാനിലെ ഇതൊക്കെ പല ആൾക്കാരും ചോദിക്കണം. അപ്പോൾ അതിൻ്റെ ചോദ്യമുണ്ട്, ഇവരോട് ചോദിക്കണം, എത്ര മുസ്ലിംസാണ് മരിച്ചത് ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ പട്ടാളത്തിലുള്ള? അവരെ പോലും ഈ മിനി പാകിസ്ഥാനെ ചെറ്റകൾ ഓർത്തില്ല. മനസ്സിലായി? അവരെ പോലും ഇഗ്നോർ ചെയ്യുക. അത്രമാത്രം പാകിസ്ഥാൻ സ്പിരിറ്റാണ് ഇവർക്ക്. അന്ന് 71 ഇവരുണ്ടാക്കിയ ഒരു കള്ളക്കഥയുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. കാരണം ഇത് ഇതിൻ്റെ അടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ കൊണ്ടുവന്ന് പാകിസ്ഥാൻ, അതായത് നമ്മുടെ നേവി ബേസിൽ പാകിസ്ഥാൻ കൊണ്ടുവന്ന് ബോംബിട്ടു. ഇങ്ങനൊരു കഥയുണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ ഭയങ്കര ആഹ്ലാദം ജമാഅത്ത് ഇസ്ലാമിക്കാരും മിനി പാകിസ്ഥാൻ അന്നേ തുടങ്ങി. പിന്നീട് മനസ്സിലായ കള്ളക്കഥയാണ്. ഇതേപോലെ കപടതയും ഇന്ത്യക്കെതിരെ പറയുകയും ചെയ്യുന്ന ഈ മിനി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് എല്ലാ മലയാളികളുടെ ആവശ്യം. എന്നാൽ മാത്രമേ അവർ ബോധം വെക്കത്തുള്ളൂ. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, പാകിസ്ഥാനിൽ ആഘോഷമില്ലായിരുന്നു, അതേ ആഘോഷമില്ലാഞ്ഞ സംഭവം ഈ മിനി പാകിസ്ഥാനിലാണ്. അത്രമാത്രം ഇന്ത്യ വിരുദ്ധരാണ്. അപ്പോൾ അത് പറയുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്ന മലബാർ വിപ്ലവത്തിൻ്റെ, മലബാർ ലഹളയുടെ ഒരു പക്ക വർഗീയവാദി, അയാളെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് തമാശ എടുക്കുന്നത്. ആലോചിച്ച് നോക്കുക. അതായത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ കൊണ്ടുപോകുക സ്വാതന്ത്ര്യ സമര സേനാനി, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നയാൾ. ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത്? അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനകത്തെ സത്യം പറഞ്ഞ പാലോളി മുഹമ്മദ് കുട്ടി മാത്രമാണ്. കാരണം പാകിസ്ഥാനിലോട്ട് പോകാൻ അന്ന് ഏറ്റവും കൂടുതൽ ബഹളം വെച്ച് മലബാറിൽ അത് മലപ്പുറം ജില്ലയില്ല, മലപ്പുറം ജില്ലയിലെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവർക്ക് ഇന്നും ആ സ്നേഹമോടുണ്ട്. ഇതിനെ നമ്മൾ ചോദ്യം ചെയ്തേ മതിയാകൂ. കാരണം ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ് ഫർദർ ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം ചോദ്യം ചെയ്യുമ്പോഴും അവർക്ക് മനസ്സിലാകും ഇത് ഇന്ത്യയാണ്. ആ ബോധം ഇവൻ്റെ തലയ്ക്കകത്ത് ഇട്ടേ മതിയാകും.